ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഫൈൻഡിങ് ദ മീൻ ഓഫ് ഗ്രൂപ്പ്ഡ് ഡേറ്റ. നമ്മൾ ഇന്നലെ പഠിച്ചത് അൺഗ്രൂപ്ഡ് ഡേറ്റ ആയിരുന്നു. ഓക്കെ, സോ നമ്മൾ എങ്ങനെയാണ് ഗ്രൂപ്പ്ഡ് ഡേറ്റയുടെ മീൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. ദ വെയിറ്റ് ഓഫ് 50 ആപ്പിൾസ് ആർ റെക്കോർഡഡ് ആൻഡ് യു ഹാവ് ടു കാൽക്കുലേറ്റ് ദ മീൻ ടു ദ നിയറസ്റ്റ് ഗ്രാം. അപ്പോ നമുക്ക് കഴിഞ്ഞ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞതിൽ നമ്മൾ മീൻ കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിച്ച മെത്തേഡ് ഇതൊക്കെയാണ്. ഡയറക്റ്റ് മെത്തേഡ്, അത് കഴിഞ്ഞ് ഷോർട്ട് കട്ട് മെത്തേഡ് ഓർ ദി അസ്യൂംഡ് മീൻ മെത്തേഡ്, ആൻഡ് ലാസ്റ്റ് വൺ ഈസ് വിച്ച് വൺ, സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ്. ഈ മൂന്ന് മെത്തേഡാണ് നമ്മൾ ഏതിന് യൂസ് ചെയ്തത്? നമ്മൾ മീൻ കണ്ടുപിടിക്കാൻ വേണ്ടി കഴിഞ്ഞ എക്സസൈസിൽ യൂസ് ചെയ്തത്, അല്ലെങ്കിൽ അൺഗ്രൂപ്ഡ് ഡേറ്റയ്ക്ക് യൂസ് ചെയ്തത്. സോ ഇനി എങ്ങനെയാണ് നമുക്ക് ഗ്രൂപ്പ്ഡ് ഡേറ്റയ്ക്ക് അത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത്? അപ്പൊ ഈ മൂന്ന് മെത്തേഡും നമുക്ക് ഏതിന് പോസിബിൾ ആണ്? നമുക്ക് ഗ്രൂപ്പ്ഡ് ഡേറ്റയ്ക്ക് പോസിബിൾ ആണ്. ഗ്രൂപ്പ്ഡ് ഡേറ്റയ്ക്ക് പോസിബിൾ ആണ്. യെസ്. അപ്പൊ നമുക്ക് ആദ്യം ഏത് മെത്തേഡ് നോക്കാം? വി ക്യാൻ ചെക്ക് ദ ഡയറക്റ്റ് മെത്തേഡ്. ഓക്കെ, ഡയറക്റ്റ് മെത്തേഡ് ആദ്യം നമുക്ക് നോക്കാം. ഓക്കെ, സോ ഡയറക്റ്റ് മെത്തേഡ് ചെയ്യാനായിട്ട് നമ്മൾ ആകെ ചെയ്യേണ്ടത്, ഇവിടുത്തെ ഫസ്റ്റ് ക്ലാസ് ഇന്റർവെൽ ഏതാണ്? വാട്ട് ഇസ് ദ ഫസ്റ്റ് ക്ലാസ് ഇന്റർവെൽ? ഇറ്റ് ഈസ് 80 to 85. വാട്ട് ഇസ് ദ ഫസ്റ്റ് ക്ലാസ് ഇന്റർവെൽ? 80 to 85. തന്നിരിക്കുന്ന ക്ലാസ് ഇന്റർവെലിന്റെ മിഡ് വാല്യൂ കണ്ടുപിടിക്കുക. എന്ത് വാല്യൂ കണ്ടുപിടിക്കുക? മിഡ് വാല്യൂ. 80 to 85 മിഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് 80 plus 85/2. ദാറ്റ് ഈസ് 165/2. എത്രയാണ്? ദാറ്റ് ഈസ് 82.5. എത്ര കിട്ടും? 82.5. അപ്പൊ മിഡ് വാല്യൂ ആദ്യത്തെ ക്ലാസിൻ്റെത് എത്രയാണ്? 82.5. അപ്പൊ അത് എഴുതിയല്ലോ? എഴുതി. അടുത്തത് 85ന്റെ 90യുടെ മിഡ് വാല്യൂ എന്ന് പറയുമ്പോൾ എന്താണ്? 85 plus 90/2. അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും 87.5 എന്ന് വരും. എത്ര വരും? 87.5 എന്ന് വരും. ഓക്കെ, കുറച്ച് നിൽക്കുക, ഒന്ന് വലുതാക്കട്ടെ, അല്ലെങ്കിൽ ഇത് തീരെ നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടായി പോകും. സോ അടുത്തത് എന്താണ്? മിഡ് വാല്യൂ. മിഡ് വാല്യൂനെ നമ്മൾ ഡിനോട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ലെറ്റർ എക്സ് ആണ്. സോ മിഡ് വാല്യൂ 80 to 85 മിഡ് വാല്യൂ എന്താണ്? 82.5. 85ന്റെ 90യുടേതും 87.5. 90യുടേതും 95ൻ്റെതും 92.5. അടുത്തത് 100ന്റെ 105ൻ്റെതാണ് 95ൻ്റെതും 100ൻ്റെതും 95ൻ്റെ എന്താണ്? 97.5. 100ന്റെ 105ൻ്റെതും 102.5. പിന്നെ അത് അടുത്തത് 105ന്റെ 110ൻ്റെ എന്താണ്? 107.5. ലാസ്റ്റ് വൺ എന്താണ്? 112.5. അപ്പൊ മിഡ് വാല്യൂ നിങ്ങൾ കണ്ടുപിടിച്ചല്ലോ. ഓക്കെ, അപ്പോ എല്ലാ ക്ലാസ് ഇന്റർവെലിന്റെയും മിഡ് വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. എല്ലാ ക്ലാസ് ഇന്റർവെലിന്റെയും മിഡ് വാല്യൂ നമ്മൾ ഇപ്പൊ കണ്ടുപിടിച്ചു. ആദ്യം ഏതാണ്? 80 to 85ൻ്റെത് ഇവിടെ 82.5. അങ്ങനെ ഓരോന്നായിട്ട് നിങ്ങൾ മിഡ് വാല്യൂ കണ്ടുപിടിക്കുക. ഈ മിഡ് വാല്യൂ കണ്ടുപിടിച്ചതിന് ശേഷം ഇനി നിങ്ങൾക്ക് ഡയറക്റ്റ് മെത്തേഡ് അപ്ലൈ ചെയ്യാനായിട്ടാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ എന്ത് ചെയ്യുക? നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ ഇവിടെ എന്ത് ചെയ്യുക? അതിന്റെ പ്രോഡക്റ്റ് എടുക്കുക. വാട്ട് ഇസ് ദ പ്രോഡക്റ്റ് ഓഫ് fx? 5 into 82.5. ഒരു കാൽക്കുലേറ്റർ എടുക്കുക. ഞാനിവിടെ ഒരു കാൽക്കുലേറ്ററിലാണ് ചെയ്യുന്നത്. നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്ത് ചെയ്യുക. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ആക്ച്വലി നമുക്ക് ഇതില് ഡയറക്റ്റ് മെത്തേഡിൽ അല്ല ചെയ്യേണ്ടത്, കാരണം ഡയറക്റ്റ് മെത്തേഡിൽ ഇത് കുറച്ച് ലെങ്തി ആണ്. ഓക്കെ, മെത്തേഡ് പറഞ്ഞുതരാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത് ഡയറക്റ്റിൽ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ 5 into 82.5 സംവെയർ അറൗണ്ട് എത്രയാണ്? 412.5. എത്ര വരും? 412.5. ഓക്കെ, അങ്ങനെ അടുത്തത് 87.5 into 8. 87.5 into 8 എന്ന് പറയുമ്പോൾ 700. അടുത്തത് 10 into 92.5 എത്രയാണ്? 925. അടുത്തത് 12 into 97.5. 12 into 97.5 എത്രയാണ്? 1170. 1170. അടുത്തത് 102.5 into 8. 102.5 into 8. 820. അടുത്തത് 107.5 into 4. 107.5 into 4. 430. അടുത്തത് 112.5 into 3. 337.5. എത്ര കിട്ടും? 337.5 എന്ന് കിട്ടും. ഓക്കെ,
ഇനി ഈ കിട്ടിയ എഫ് എക്സിന്റെ എല്ലാ ഇത്രയും വാല്യൂസ് ഉണ്ടല്ലോ അതെല്ലാം കൂടെ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ഇതിൽ ചെയ്തതുപോലെ തന്നെ എല്ലാം കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ 412.5 പ്ലസ് 700 പ്ലസ് 925 പ്ലസ് 470 പ്ലസ് 820 പ്ലസ് 430 പ്ലസ് 337.5. എനിക്ക് കിട്ടിയത് 4095. ഹൗ മച്ച്? 4095 എന്ന് കിട്ടി. സോ വാട്ട് ഇസ് ദ സം ഓഫ് എഫ് എക്സ്? 4095. ഡയറക്റ്റ് മെത്തേഡിൽ മീൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? സിഗ്മ എഫ് എക്സ് ബൈ സിഗ്മ എഫ്. ഓർമ്മയുണ്ടല്ലോ? അത് ഓർമ്മയില്ലെങ്കിൽ അത് എടുത്ത് നോക്കുക. ആ ഫോർമുല കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച നോട്ടിൽ ആ ഫോർമുല നമ്മൾ എഴുതിയിട്ടുണ്ട്. ഡയറക്റ്റ് മെത്തേഡിൽ മീൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല സിഗ്മ എഫ് എക്സ് ബൈ സിഗ്മ എഫ്. അപ്പൊ സിഗ്മ എഫ് എക്സ് കിട്ടി. ഇനി ഏത് കണ്ടുപിടിക്കണം? സിഗ്മ എഫ്. 5 plus 8 13, 13 plus 10 23, 23 plus 12 35, 35 plus 8 43, 47 50. എത്ര കിട്ടും? 5050 എന്ന് കിട്ടും. എത്ര കിട്ടും? 50 എന്ന് കിട്ടും. ഓക്കെ, അപ്പോ പ്രോഡക്റ്റ് സം എടുത്തപ്പോ എത്ര കിട്ടി? ഇതിന്റെ യു ഗോട്ട് ഇറ്റ് ആസ് 50. ഓക്കെ, ഇനി നമ്മുടെ കാൽക്കുലേഷനിൽ എവിടെയെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ആൻസർ മൊത്തം മാറാൻ ചാൻസസ് ഉണ്ട്. ഒന്ന് വെയിറ്റ് ചെയ്യുക. 80 5 8 12 10 12 8 4 3. Okay, 82.87.5 92.5 97.5 102.5 107.5 112.5 412.5 700 925 97.5 into this is 1170. ഇത് 1170 അല്ലേ എഴുതിയത്? I took it as 470. അപ്പോൾ കാൽക്കുലേഷനിൽ മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ വെയിറ്റ് minus 470 plus 1170. So the product, the sum here is not 4095, it is 4795. Okay, so what is sigma fx? Sigma fx is equal to 4795 divided by what is sigma f? The sum of all the values here, 50. So 4795 divided by 50. ചെയ്തു നോക്കിയേ എത്ര കിട്ടിയത്? 95.9. So എത്ര കിട്ടി? 95.9. അപ്പൊ മീന്, ഈ ക്വസ്റ്റ്യന്റെ മീൻ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, കിട്ടി 95.9. പിന്നെ അവർ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് നിയറസ്റ്റ് ഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യുക. സോ നിയറസ്റ്റ് ഗ്രാം ആകുമ്പോഴത്തേക്കും ഇതിനെ എന്താണ്? 96 grams. So what is answer? 96 grams. Okay, സോ ഇത് ഡയറക്റ്റ് മെത്തേഡ്. ആകെയുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന ഈ ക്ലാസ് ഇന്റർവെൽസിന് 80 85 85 90 അതിനെല്ലാം എന്താക്കുക? അതിൽ നിന്ന് മിഡ് വാല്യൂ കണ്ടുപിടിക്കുക. എന്ത് കണ്ടുപിടിക്കുക? മിഡ് വാല്യൂ കണ്ടുപിടിച്ചതിന് ശേഷം മാത്രം ബാക്കി പഴയ പോലെ ചെയ്യുക. കേട്ടോ? അപ്പോൾ എല്ലാ സെക്ഷനിലും ഇതേപോലെ തന്നെയാണ്. അതായത് നമ്മൾ ഇതിനെ ഷോർട്ട് കട്ട് മെത്തേഡിൽ ചെയ്താലും സ്റ്റെപ്പ് ഡീവിയേഷനിൽ ചെയ്താലും എല്ലായിടത്തും ഇതേ മെത്തേഡിൽ നിങ്ങൾ ചെയ്യുമ്പോൾ ആദ്യം കണ്ടുപിടിക്കുന്നത് എന്താണ്? ഈ മിഡ് വാല്യൂ ആണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായോ? ഓക്കെ, കഴിഞ്ഞ എക്സസൈസിൽ അല്ലെങ്കിൽ കഴിഞ്ഞ പഠിച്ച ചോദ്യങ്ങളിൽ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ മിഡ് വാല്യൂ നമ്മൾ അവിടെ മിഡ് വാല്യൂ കണ്ടുപിടിക്കുന്നില്ല. കാരണം അവിടെ ക്ലാസ് ഇന്റർവൽ അല്ലല്ലോ, ഇവിടെ ക്ലാസ് ഇന്റർവൽ ആണ് 80 to 85 85 to 90 അങ്ങനെ. അതുകൊണ്ട് മിഡ് വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. നേരത്തെ ചെയ്തതല്ല അതിന്റെ ആവശ്യമില്ല, കാരണം എല്ലാം എന്താണ്? ഒറ്റ എക്സ് ആണ്, വാല്യൂ എല്ലാം ഒറ്റ വാല്യൂസ് ആണ് അല്ലെ? നമ്മൾക്ക് അവിടെ ക്ലാസ് ഇന്റർവൽ ഇല്ലായിരുന്നു. ഓക്കെ, സോ ഡയറക്റ്റ് മെത്തേഡിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ എല്ലാവർക്കും മനസ്സിലായല്ലോ. സമയമെടുത്ത് എഴുതുക, അല്ലെങ്കിൽ അത് നോക്കുക എങ്ങനെയാണെന്നുള്ള. ഡൗട്ടുകളുള്ളത് പോസ് ചെയ്ത് ഒന്ന് ബാക്ക് അടിച്ച് നിങ്ങൾ ആ വീഡിയോ ഒന്ന് ജസ്റ്റ് ബാക്കിലോട്ട് പോയി ഒന്ന് നോക്കുക കേട്ടോ. ചില പാർട്ടുകൾ ഡൗട്ട് ഉള്ളത്. ഈ കാൽക്കുലേഷൻ 4795 ആണ്, കാരണം ഇവിടെ 1170 ആണ്. ദിസ് ഇസ് 1170. ഞാൻ ആദ്യം അത് വായിച്ചത് 470 എന്ന്. 470 അല്ല, അത് 1170 കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ആൻസർ ആദ്യം 4095 വന്നത്. സമ്മ് 4795 ആണ്. ഹൗ മച്ച്? 4795. ഓക്കെ, ഇതേ ചോദ്യം നമുക്ക് ഇനി എന്തിൽ ചെയ്യാം? യു ക്യാൻ ഡു ഇറ്റ് ഇൻ വിച്ച് വേ? യു ക്യാൻ ഡു ഇറ്റ് ഇൻ ഷോർട്ട് കട്ട് മെത്തേഡ്. നമ്മൾ അടുത്ത മെത്തേഡിൽ നമുക്ക് ഇതൊന്ന് ചെയ്യാം. ഏതാണ്? we call it as the shortcut method. ഓക്കെ, അപ്പൊ ഇതേ ചോദ്യം നമുക്ക് ഷോർട്ട് കട്ട് മെത്തേഡിൽ ചെയ്യാം. അതിനായിട്ട് ഈ ക്വസ്റ്റ്യൻ ഇതേപോലെ ഒന്ന് അവിടെ എത്തിക്കട്ടെ. ഓക്കെ, സോ ഇനി അടുത്ത ഇതേ ചോദ്യം ഏത് മെത്തേഡിൽ ചെയ്യാൻ പോവാണ്? ഷോർട്ട് കട്ട് മെത്തേഡ്, അഥവാ what is the other word for shortcut method?
assumed mean method. What do you call it? Assumed mean method. Okay, assumed mean method in the formula ആദ്യം നമുക്ക് ഇവിടെ സൈഡിൽ ഒന്ന് എഴുതാം. What is the formula for finding the mean using assumed mean method? X bar is equal to എന്താണ് a plus sigma f d by sigma f. അല്ലേ? ഓർമ്മയുണ്ടല്ലോ? a plus sigma f d by sigma f. That is the formula we are using when you are using which method? Shortcut method. Shortcut method അല്ലെങ്കിൽ assumed mean method യൂസ് ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ട ഫോർമുല. ഫോർമുല ഇമ്പോർട്ടന്റ് ആണ്. അതിൽ എവിടെയെങ്കിലും ഒരു തെറ്റ് പറ്റി കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും ചെയ്തത് വെറുതെ വേസ്റ്റ് ആയി പോകും കേട്ടോ. ഫോർമുല അവസാനം കൊണ്ടിട്ട് തെറ്റ് കഴിഞ്ഞാൽ ആൻസർ മൊത്തം മാറും. അതുകൊണ്ട് ഫോർമുല തറവായിട്ട് പഠിച്ചേക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് ചെയ്യാൻ എളുപ്പമാണ്. കാരണം കുറച്ച് കാൽക്കുലേഷൻ ഉള്ളല്ലോ, അല്ലാതെ വേറെ ഇതിനകത്ത് വലിയ ആപ്ലിക്കേഷൻ ലെവൽ കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, സോ ഇവിടെ ഞാൻ പറഞ്ഞു, ഇവിടെ അസ്യൂംഡ് മീൻ മെത്തേഡ് ആണെങ്കിലും ഷോർട്ട് കട്ട് മെത്തേഡ് ആണെങ്കിലും ഡയറക്റ്റ് മെത്തേഡ് ആണെങ്കിലും എന്ത് കണ്ടുപിടിക്കുക? ഈ പറയുന്ന മിഡ് വാല്യൂ കണ്ടുപിടിക്കുക. നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച എക്സ് ഉണ്ടല്ലോ, അത് കണ്ടുപിടിക്കുക. അപ്പൊ എത്രയാണ്? 82.5, പിന്നീട് 87.5, 92.5, 97.5, 102.5, 107.5, 112.5. ഓക്കെ, സോ മിഡ് വാല്യൂ എല്ലാം കണ്ടുപിടിച്ചല്ലോ. യെസ്, ഈ മെത്തേഡിന്റെ പേര് അസ്യൂംഡ് മീൻ മെത്തേഡ് എന്നാണ്. സോ ഒരു വാല്യൂ എ എന്ന് പറയുന്ന ഒരു വാല്യൂ അസ്യൂം ചെയ്യുക. അസ്യൂം എന്താണ്? എ മീൻ. അപ്പോൾ എ എന്ന് പറയുന്ന ഒരെണ്ണം ഞാൻ ഏതാണ്ട് നടുക്ക് വരുന്നത് ഇവിടെ 97.5. അപ്പൊ ഏതിലും മിഡിൽ വരുന്ന എടുക്കണം, ഏതിൽ അസ്യൂം ചെയ്യണം? ഈ മിഡ് വാല്യൂ കണ്ടുപിടിച്ചതിൽ നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം എന്ത് ചെയ്യണം? അസ്യൂം ചെയ്യണം. മിഡ് വാല്യൂവിൽ വേണം അസ്യൂം ചെയ്യാനായിട്ട് കേട്ടോ. അപ്പൊ ഞാനിവിടെ എന്തെടുത്തു? 97.5, കാരണം ഏതാണ്ട് ഒരു നടുക്ക് വരുന്ന നമ്പർ അതാണ് അവിടെ. സോ 97.5. ഇനി അടുത്ത എന്താണ് കോളത്തിൽ നിങ്ങൾ എന്താ കണ്ടുപിടിക്കുന്നത്? ഡി. ഡി ഈസ് ഈക്വൽ ടു വാട്ട്? എക്സ് മൈനസ് എ. വാട്ട് ഇസ് ഡി? എക്സ് മൈനസ് എ. അപ്പൊ ആദ്യം എന്താണ്? ആദ്യത്തത് എക്സ് 82.5. 82.5ൽ നിന്ന് 97.5 കുറച്ചാൽ എത്ര കിട്ടും? -15. അടുത്ത 87.5ൽ നിന്ന് 97.5 കുറച്ചാൽ -10. അടുത്ത 92.5ൽ നിന്ന് അത് കിട്ടിയാൽ -5. അടുത്തത് 0. അടുത്ത കുറച്ച് കഴിഞ്ഞാൽ 5. അടുത്തത് 15. സോറി, അടുത്തത് കുറയ്ക്കുമ്പോൾ 10. അടുത്തത് കുറയ്ക്കുമ്പോൾ 15. അങ്ങനെ നിങ്ങൾക്ക് ഡി വാല്യൂ എക്സ് മൈനസ് എ എന്നുള്ള ഫോർമുല യൂസ് ചെയ്ത്, അല്ലെങ്കിൽ എക്സ് മൈനസ് എ അസ്യൂം ചെയ്ത മീൻ ഏതാണോ, എ ഏതാണോ, അതിൽ നിന്ന് എക്സിന്റെ ടേംസിനെ എല്ലാം നമ്മൾ എന്ത് ചെയ്തു? കുറച്ചു എക്സ് മൈനസ് എ ചെയ്തു. അങ്ങനെ നമുക്ക് ഇവിടെ കിട്ടിയത് -15, -10, -5, 0, 5, 10, 15. ഇനി ഏതെടുക്കുക? ഈ എഫിന്റെയും ഡിന്റെയും പ്രോഡക്റ്റ് എടുക്കുക. ഏതിന്റെ? ഫ്രീക്വൻസിയുടെയും പിന്നെ ഡിന്റെയും. 5 into -15 is -75. 8 into -15 is -80. 8 into -10 is -80. 10 into -5 is -50. 12 into 0 is 0. 8 into 5 is 40. 4 into 10 is 40. 3 into 15 is how much? 45. ഇനി ഇതെല്ലാം ആഡ് ചെയ്യുക. അതുപോലെ ഏതും ആഡ് ചെയ്യുക? എഫ് ഫ്രീക്വൻസിയും ആഡ് ചെയ്യുക. -75ഉം -80യും കൂടെ -155. ഇത് -205. -205 plus 40 is -165. -165 plus 40 is -125. -125 plus 45 is how much? -80. അപ്പൊ എത്ര കിട്ടും? -80 എന്ന് കിട്ടി. അപ്പൊ എനിക്ക് എന്താ കിട്ടിയത്? -80 എന്ന് കിട്ടി. ഇനി സിഗ്മ എഫ് എത്രയാണ്? 50 അല്ലേ? സിഗ്മ എഫ് 50 ആണ്. ഓക്കെ, ഇനി നമ്മുടെ ഫോർമുല എക്സ് ബാർ മീൻ കണ്ടുപിടിക്കാൻ എന്താണ്? എ പ്ലസ് സിഗ്മ എഫ് ഡി ബൈ സിഗ്മ എഫ്. സോ വാട്ട് ഇസ് ദ വാല്യൂ? എ എന്താണ്? അസ്യൂംഡ് മീൻ എന്താണ് ഇവിടെ? നമ്മൾ ഏതാ അസ്യൂം ചെയ്തത്? ഇവിടെ 97.5 അല്ലേ? അപ്പൊ അത് അവിടെ എഴുതുക. സോ 97.5 പ്ലസ് 97.5 പ്ലസ് സിഗ്മ എഫ് ഡി. സിഗ്മ എഫ് ഡി -80 ആണ്. അപ്പൊ അത് അതേപോലെ തന്നെ ഇടണം. അത് വെറുതെ 80 ഒന്നും ആക്കരുത്. -80 ഡിവൈഡഡ് ബൈ ഹൗ മച്ച്? 50. അപ്പൊ 97.5 മൈനസ് എത്രയാണ്? 80/50 എന്ന് കിട്ടി. 97.5 minus 80/50, and that is how much? 97.5. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? -8/5 is how much? -1.6. 97.5 minus 1.6 എന്ന് പറയുന്നത് എത്രയാണ്? 95.9 or approximately അത് എത്രയാണ് എടുക്കാം? 96 gram. അപ്പോ ഈ മെത്തേഡ് വെച്ച് ചെയ്തപ്പോഴും എന്ത് തന്നെ കിട്ടി? ഇവിടുത്തെ മീന് 96 gram എന്ന് തന്നെ കിട്ടി. അപ്പോ നേരത്തെ ഡയറക്റ്റ് മെത്തേഡിൽ ചെയ്തപ്പോഴും സെയിം ആൻസർ, ഷോർട്ട് കട്ട് മെത്തേഡിൽ ചെയ്തപ്പോഴും സെയിം ആൻസർ. ഓക്കെ, ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസസ് ഉണ്ട്. അതായത് ഒരേ സെയിം ചോദ്യത്തിൽ തന്നെ, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടേബിൾ തന്നിട്ട് അതിൽ തന്നെ ചിലപ്പോൾ 2 മെത്തേഡിൽ നിങ്ങൾ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് നിങ്ങളെടുത്ത് പറയും. അസ്യൂംഡ് മീനോ അല്ലെങ്കിൽ ഡയറക്റ്റോ അല്ലെങ്കിൽ പിന്നെ സ്റ്റെപ്പ് ഡീവിയേഷൻ, ഇതിൽ ഏതെങ്കിലും 3 എണ്ണത്തിൽ 2 എണ്ണം നിങ്ങൾക്ക് ചോദിക്കാം. ഒരു 5 മാർക്കോ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും കേട്ടോ. അപ്പോ രണ്ടിലും കിട്ടേണ്ട ആൻസർ സെയിം ആണോ? രണ്ടിലും വേറെ ആൻസർ കിട്ടി കഴിഞ്ഞാൽ ശരിയാവും? ഇല്ല, കാരണം ഇത് എന്ത് മെത്തേഡ് ചെയ്താലും മീൻ എന്തായിരിക്കണം? ഒരേ ഒരു വാല്യൂ വരാൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിച്ച് ചെയ്യണം. കാൽക്കുലേഷൻ മാത്രമാണ് ഇതിനകത്ത് കുറച്ച് കാൽക്കുലേഷൻ എളുപ്പമാണ്.
കാരണം -15 വലിയ ചെറിയ നമ്പേഴ്സാണ്. നേരത്തെ നമ്മൾ ഡയറക്റ്റ് മെത്തേഡിൽ നോക്കിയേ, ഈ ഡയറക്റ്റ് മെത്തേഡിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് പ്രോഡക്റ്റ് എടുക്കുന്നത്, ഇത് രണ്ടും കൂടെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് കുറെ സമയം എടുക്കും. ആ ഒരു സമയം നമുക്ക് എന്തിൽ ലാഭിക്കാൻ പറ്റും? ഇവിടെ ലാഭിക്കാൻ പറ്റും കേട്ടോ, ഈ മെത്തേഡിൽ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പല മെത്തേഡും 3 എണ്ണം പഠിക്കുന്നത്. എന്തുകൊണ്ട് നിങ്ങൾ വിചാരിക്കും ഈ 3 എണ്ണം പഠിക്കേണ്ട ആവശ്യം എന്താണ്? ഏതെങ്കിലും ഒരെണ്ണം പോരെ എന്ന് ചോദിക്കും. പക്ഷേ എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ ഈ പറയും പോലെ ഡയറക്റ്റ് മെത്തേഡിൽ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സമയം എന്താണ് കൂടെ നിൽക്കത്തില്ല, അതങ്ങ് പോകും. കാരണം കാൽക്കുലേഷൻ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഉപയോഗിക്കാനേ പറ്റത്തില്ല. ഞാൻ ഇവിടെ കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ടും ഇതിന് ഏതാണ്ട് കുറെ സമയം എടുത്തു ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഓരോ ചോദ്യത്തിനും വലിയ വലിയ വാല്യൂസ് ഒക്കെ വരുമ്പോൾ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഡെസിമലൊക്കെ വരുമ്പോൾ നേരെ പോയി ഡയറക്റ്റ് മെത്തേഡ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ടൈമിൽ നമ്മൾ ഈ പറയുന്ന ഷോർട്ട് കട്ടും പിന്നീട് സ്റ്റെപ്പ് ഡീവിയേഷനും ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, മനസ്സിലായല്ലോ? സ്റ്റെപ്പ് ഈ പറയുന്ന ഷോർട്ട് കട്ട് അല്ലെങ്കിൽ അസ്യൂംഡ് മീൻ മെത്തേഡ് എന്ന് പറയുന്ന മെത്തേഡ്. ഓക്കെ, ഇതേ ചോദ്യം ഇനി ഒന്നുകൂടെ ഏതിൽ ചെയ്യാം നമുക്ക്? ലാസ്റ്റ് മെത്തേഡായ മെത്തേഡ് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ്. അതിന് ഞാൻ എന്താ ചെയ്യുന്നത്? ഞാൻ പുതിയതായിട്ട് ഇനി ഒന്നും ചെയ്യുന്നില്ല, ഇവിടെ തന്നെ ഇതൊക്കെ മാറ്റിയാം. ഓക്കെ, നിങ്ങൾ ഇതുവരെ എഴുതാത്തത് സ്റ്റോപ്പ് ചെയ്ത് പോസ് ചെയ്തിട്ട് ബാക്കിലോട്ട് പോയി എഴുതിയിട്ട് വേണം ഇതിലോട്ട് അടുത്ത സ്റ്റെപ്പ് ഡീവിയേഷൻ എഴുതാനായിട്ട് കേട്ടോ. വീഡിയോ മൊത്തം കണ്ടു തീർന്നിട്ട് ലാസ്റ്റ് എഴുതാൻ നിൽക്കരുത്. ഓക്കെ, നിങ്ങൾ പോസ് ചെയ്ത് എഴുതി പോവുക. ഞാൻ ഈ ടേബിൾ ഇതങ്ങ് മാറ്റി, FD അങ്ങ് മാറ്റി. കാരണം അസ്യൂംഡ് മീൻ മെത്തേഡിൽ നമ്മൾ D കണ്ടുപിടിച്ചിട്ട് നിർത്തുന്നില്ല. അസ്യൂംഡ് മീൻ മെത്തേഡിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? അസ്യൂംഡ് മീൻ മെത്തേഡിൽ നമ്മൾ ഒരെണ്ണം കൂടെ കണ്ടുപിടിക്കും. ഏതാണ്? T എന്ന് പറഞ്ഞാൽ എന്താണ്? D/I. I എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ D വാല്യൂസ് ഉണ്ടല്ലോ, -10, -5, 15 ഒക്കെ, ഇതിനെല്ലാം കൂടെ കോമൺ ആയി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ ഏതാണ്? ഇവിടെ 5 ആണ്. കാരണം 5 വെച്ച് ഡിവിസിബിൾ ആവും, കാരണം ഇതെല്ലാം. അപ്പൊ അങ്ങനെ ഒരു നമ്പർ എടുത്ത് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ T -15നെ 5 വെച്ച് ഡിവൈഡ് ചെയ്താൽ -3, -2, -1, 0, 1, 2, 3. അപ്പൊ T കിട്ടിയല്ലോ. യെസ്, ഈ മെത്തേഡിന്റെ പേരെന്താണ്? സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ്. മൂന്നാമത്തെ മെത്തേഡാണ് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ്. സ്റ്റെപ്പ് ഡീവിയേഷൻ എന്ന് പറയുന്നത് അസ്യൂംഡ് മീൻ മെത്തേഡിലെ കണ്ടിന്യൂഷൻ തന്നെയാണ്. അസ്യൂംഡ് മീൻ മെത്തേഡിൽ നമ്മൾ D കണ്ടുപിടിച്ചിട്ട് നമ്മൾ അടുത്ത ഫൈനൽ കണ്ടുപിടിക്കും. പക്ഷേ ആ അടുത്ത ഈ പറയുന്ന സ്റ്റെപ്പ് ഡീവിയേഷനിൽ D കണ്ടുപിടിച്ചിട്ട് പിന്നെ എന്ത് കണ്ടുപിടിക്കും? T കണ്ടുപിടിക്കും. ദാറ്റ് ഈസ് D/I. ഇവിടുത്തെ ഐയുടെ വാല്യൂ എത്രയാണ്? 5 ആണ്. അത് കണ്ടുപിടിച്ചതിന് ശേഷം നിങ്ങൾ എന്താണ് ഈ ഫ്രീക്വൻസിയുടെയും ഈ ടിയുടെയും പ്രോഡക്റ്റ് എടുക്കുക. ഇതിന്റെയും പ്രോഡക്റ്റ് എടുക്കുക. 5 × -3 is -15, 8 × -2 is -16, 10 × -1 is -10, 12 × 0 is 0, 8 × 1 is 8, 4 × 2 is 8, 3 × 3 is how much? 9. അപ്പോൾ ഏതിന്റെ പ്രോഡക്റ്റ് എടുത്തു? എഫിന്റെയും ടിന്റെയും പ്രോഡക്റ്റ് എടുത്തു. ഓക്കെ, ദെൻ ടേക്ക് ദ സം ഓഫ് ഇറ്റ്. അതുപോലെ ഫ്രീക്വൻസിയുടെ സം എടുക്കുക. ഇനി സ്റ്റെപ്പ് ഡീവിയേഷൻ ആണെങ്കിൽ ഫോർമുല എന്താണ്? X bar is equal to A plus sigma FT by sigma F into എന്താണ്? I. ഫോർമുല ഓർത്ത് വെക്കണം. ഇവിടെയും A എന്ന് പറയുന്നത് എന്താണ്? അസ്യൂംഡ് മീൻ ആണ്. നമ്മൾ ഇവിടെ അസ്യൂം ചെയ്തത് ഏതാണ്? 97.5 ആണ്. അപ്പൊ A is equal to 97.5. ഓക്കെ, ഞാനത് മാറ്റിയില്ലല്ലോ. ഞാൻ നേരത്തെ ക്വസ്റ്റ്യന്റെ ബാക്കിയായിട്ടല്ല ഞാൻ ചെയ്തത്. അപ്പൊ ഇവിടെയും അസ്യൂം ചെയ്ത് വെച്ചിരിക്കുന്നത് 97.5 തന്നെയാണ്. ഇനി വാട്ട് ഇസ് സിഗ്മ FT? -15 -16 is -31, -31 -10 is -41, -41 plus 8 is -32, -32 plus 8 is -24, -24 plus 9 is -15. ഇവിടെ -15. ഇവിടെ എത്ര കിട്ടും? ഇതിന്റെ സം എന്ന് പറയുന്നത് 50 ആണ്. Now X bar is equal to mean is equal to A. What is A? 97.5 plus sigma FT എത്താണ്? -15 by 50 into ഇവിടെ എന്താണ്? 3. ഇവിടെ എത്ര കിട്ടും? സോറി, അവിടെ കിട്ടുന്നത് എത്രയാണ്? 5. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 10. അപ്പൊ 97.5 minus 15 by 10 എത്രയാണ്? 1.5. What is 97.5 minus 1.5? 96. അപ്പൊ ഇവിടെയും മീൻ എത്ര കിട്ടി? 96 എന്നുള്ളത് മനസ്സിലായോ? ഓക്കെ, സോ എക്സാക്ട്ലി നമുക്ക് ഇവിടെ എത്ര കിട്ടി? 96 എന്നുള്ളത് കിട്ടി. അപ്പോൾ 3 മെത്തേഡിൽ ചെയ്താലും, അതായത് ഏത് മെത്തേഡിൽ ചെയ്താലും മീൻ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ഏത് ഇതിന്റെ മീൻ കണ്ടുപിടിക്കാനാണ് പഠിച്ചത്? ഗ്രൂപ്പ്ഡ് ഡേറ്റയുടെ. അപ്പൊ ഗ്രൂപ്പ്ഡ് ഡേറ്റയിൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ആകെയുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്? തന്നിരിക്കുന്ന ക്ലാസ് ഇന്റർവെല്ലിന്റെ എന്ത് കണ്ടുപിടിക്കുക? മിഡ് വാല്യൂ കണ്ടുപിടിക്കുക. ഓക്കെ, മിഡ് വാല്യൂ അത് മസ്റ്റ് ആണ്. അതില്ല എങ്കിൽ എന്താണ്? ഇതിൽ ഒന്നും നമുക്ക് ചെയ്യാനേ പറ്റത്തില്ല. അപ്പൊ മിഡ് വാല്യൂ കണ്ടുപിടിക്കുക, ഇത് കണ്ടുപിടിക്കുക, എന്നിട്ട് അതിന്റെ പ്രോഡക്റ്റ് എടുക്കുക. സോറി, എന്നിട്ട് നിങ്ങളുടെ മെത്തേഡ് ഏതാണോ, അതിപ്പോ ഡയറക്റ്റ് ആണെങ്കിൽ അതിനുള്ളത്, ഇത് സ്റ്റെപ്പ് ഡീവിയേഷൻ ആണെങ്കിൽ അതിനുള്ള ബാക്കി, പിന്നെ
ഷോർട്ട് കട്ട് ആണെങ്കിൽ അതിന്റെ രീതിക്ക്. ഓക്കെ, അപ്പൊ ആകെ ചെയ്യേണ്ടത് ക്ലാസ് ഇന്റർവെല്ലുകളുടെ മിഡ് വാല്യൂ കണ്ടുപിടിച്ചതിന് ശേഷം ബാക്കിയെല്ലാം പഴയതുപോലെ. കേട്ടോ? ഓക്കെ, എല്ലാവർക്കും ഈ ഒരു മെത്തേഡ് മനസ്സിലായോ? ഓക്കെ, ഞാൻ വേറെ ഒരു വീഡിയോ കൂടെ അയക്കാം. ഇതിപ്പോ ഈ ഒരു 3 ഇതും നോട്ടിൽ ചെയ്ത് എനിക്ക് വാട്സാപ്പിൽ ഒരു രാത്രി ഒരു 7 മണിക്ക് മുന്നേ ഒന്ന് വായിച്ചിട്ട് തന്നാൽ മതി കേട്ടോ. ഞാൻ ഇതിപ്പോ പോസ്റ്റ് നിർത്തുക.